ഇവിടെ ഇന്ന് പ്രസാദേട്ടനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ ഒരു സീറ്റ് കിട്ടിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇത്രയും പാട് പാലക്കാട് സീറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. അത്രയും തിരക്കാണ് പ്രസാദേട്ടനെ അനുമോദിക്കുന്ന ചടങ്ങളിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതിന്. നമുക്കറിയാം, മിമിക്രിയിൽ അനുകരണത്തിലൂടെ തുടങ്ങി ചാനൽ അവതാരകനായി, പിന്നീട് മലയാള സിനിമയിൽ അഭിനേതാവായും നിർമ്മാതാവായും സംവിധായകനായും കഥാതിരക്കഥ സംഭാഷണം സംവിധാനം അങ്ങനെ കലയിൽ തുടങ്ങി രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാള നിയമസഭയിലേക്ക് യോഗ്യനായി മാറിയ ഏറ്റവും പ്രിയപ്പെട്ട രമേഷ് പിഷാരടിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രമേഷ് പിഷാരടി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. വേദിക്ക് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രസാദേട്ടൻ, ലാലേട്ടൻ, ശ്രീകണ്ഠൻ സാർ, റഹ്മാനിക്ക, സാഞ്ചേട്ടൻ, ഷാഞ്ചേട്ടൻ ഉൾപ്പെടെ ഏറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നോക്കിക്കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഏറെ വിനയത്തോടെ ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. ചങ്ങമ്പുഴ പാർക്ക് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇന്ന് പ്രസാദേട്ടനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ ഒരു സീറ്റ് കിട്ടിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇത്രയും പാട് പാലക്കാട് സീറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. അത്രയും തിരക്കാണ് പ്രസാദേട്ടനെ അനുമോദിക്കുന്ന ചടങ്ങളിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതിന്. ഒരുപാട് പേര് ബ്ലോക്കായിട്ട് വഴിനീളെ കറങ്ങി നടന്ന് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. എങ്ങോട്ടാണ് കയറേണ്ടത്, ഏതിലേ കയറേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ 2-3 പേരെ വഴി തെറ്റിച്ച് വിട്ടു. കാരണം അവരും കൂടെ വന്നാൽ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പം നമ്മൾ പറഞ്ഞു പോയിട്ട് ഇനി അവർ വന്നാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ്. കൂടെ പഠിച്ചവരെല്ലാം ചേർന്ന് പ്രസാദേട്ടനെ ആദരിക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങൾ ഏതൊക്കെയോ കലാകാരന്മാരുടെ ഒരു സംഘടന ചെയ്യേണ്ടിയിരുന്ന ഒരു ഉത്തരവാദിത്വമാണ് സഹപാഠികൾ ഈ ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സഹപാഠികൾ ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അങ്ങനെ കൂടെ പഠിച്ചവർ ആദരിക്കുന്ന ഒരു ചടങ്ങെന്നുള്ള നിലയിൽ സത്യത്തിൽ പ്രസാദേട്ടൻ ഈ ഷോയിൽ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വന്നൊരു മെമൻറ്റോ മേടിച്ച് ഫ്രണ്ടിൽ ഇരുന്ന് പോയാൽ മതി. ആ പ്രസാദേട്ടൻ കുറേ നേരമായിട്ട് എൻ്റെ കൂടെ ഇരുന്നിട്ട് ലാഗാവുന്നുണ്ട്, ആളുകൾക്ക് ബോറടിക്കാൻ ഇപ്പം തന്നെ കൈതെന്ന് പറഞ്ഞ് ഈ ഷോ ഇവിടെ നിന്ന് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട്. ഇത് നിങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇത് പൊളിഞ്ഞാലും നന്നായാലും ഒരു ഉത്തരവാദിത്വമില്ല, സഹപാഠികൾ എടുത്തുകൊണ്ട് പൊക്കോളും എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രസാദിനോട് പറയുന്നു. പലരും പ്രസാദേട്ടൻ്റെ പ്രൊഫൈലൊക്കെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാപരിപാടികൾ, കലയിലെ നീണ്ട യാത്ര, 50 വർഷം ഒരു ചെറിയ കാലയളവല്ല, എത്ര വലിയ കാലപരിധിയിലാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. ഈ സ്റ്റേജിലെത്തിയ ശേഷം അവിടുന്ന് സിനിമയിലെത്തിയാൽ, സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് പടത്തിൽ വരെ അഭിനയിക്കാം, ഓസ്കാർ വരെ കിട്ടാം, ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമുക്ക് സിനിമയിൽ വളർന്ന് മുകളിലേക്ക് പോകാൻ. രാഷ്ട്രീയത്തിൽ വളർന്ന് നമുക്ക് പ്രധാനമന്ത്രി വരെ ആകാം, പോകാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. എന്നാൽ സ്റ്റേജിൽ നർമ്മം പറയുക, മറ്റൊരു മാധ്യമങ്ങളെയും അധികം ആശ്രയിക്കാതെ സ്റ്റേജിൽ നർമ്മം പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് എവിടെ വരെ എത്താം എന്ന് ചോദിച്ചാൽ അയാൾക്ക് KS പ്രസാദേട്ടൻ വരെ എത്താം. അതാണ് ഞാൻ പറയുക. അത്രയും പീക്ക് ഈ ഒരു മേഖലയിൽ ഇത് മാത്രം ചെയ്തുകൊണ്ട് ഇപ്പോഴും അതിൽ തന്നെ ഫോക്കസ്ഡായി നിന്നുകൊണ്ട് ഏറ്റവും പീക്കിലെത്തി നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് പ്രസാദേട്ടൻ. പല സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം കാലം കുറച്ച് കഴിയുമ്പോൾ അവരുടെ പ്രതിഭ കൊണ്ടോ അല്ലെങ്കിൽ അവരെത്തി നിൽക്കുന്ന സ്ഥാനങ്ങൾ കൊണ്ടോ ഒക്കെ ചിലർ നമ്മളെയൊക്കെ ഇത്തിരി അകലം പാലിക്കുന്നുണ്ട്. മറ്റു ചിലർ അവരുടെ സീനിയോറിറ്റി കൊണ്ട് ഉള്ള അകലം പാലിക്കും. പക്ഷേ ഈ 50 വർഷം സീനിയറായ പ്രസാദേട്ടന് അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോഴോ ഇടപെടുമ്പോഴോ ഒന്നും ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ ഈ 50 കൊല്ലത്തെ സീനിയോറിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയായി അദ്ദേഹം കൊണ്ടു നടക്കാറില്ല. ഞങ്ങൾ ആരെ കണ്ടാലും എപ്പോഴും ഏറ്റവും സ്നേഹത്തോടു കൂടി വരികയും ബഹുമാനിക്കാൻ സമ്മതിക്കാത്ത ഒരു കലാകാരനാണ് പ്രസാദേട്ടൻ. നമ്മൾ ഇരുന്നിടത്ത് എണീറ്റാൽ പോലും അത് വേണ്ട എന്ന് പറയുകയും നമ്മളെ വിളിക്കുകയും എന്ത് നല്ലത് എവിടെ ഏത് TV പരിപാടി കണ്ടാലും എന്ത് മോശം കണ്ടാലും അത് നമ്മളെയൊക്കെ വിളിച്ച് പറയുകയും തിരുത്തി തരികയും ഒക്കെ ചെയ്യുന്ന ഒരു കലാകാരനാണ്. ഏറെ സ്നേഹിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കലാകാരന്മാർക്ക് ഉപജീവനം ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രതിഭയാണ് പ്രസാദേട്ടൻ. സാങ്കേതിക വിദ്യകളൊക്കെ ഈ 50 വർഷം കൊണ്ട് എത്രയധികം മാറി. ക്യാമറയും കാസറ്റും അതിൻ്റെ മാധ്യമങ്ങളും എല്ലാം മാറുമ്പോഴും അതെല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇന്നും മാറുന്ന മാധ്യമങ്ങളോടും കാലത്തിനോടുമൊപ്പം ഏറ്റവും ഇണങ്ങിച്ചേർന്നുകൊണ്ട് പരിപാടികൾ അവതരിപ്പിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരാളാണ് പ്രസാദേട്ടൻ. ഒരു ഷോയാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം വിദേശത്ത് പോയിട്ടുള്ളൂ, അതും ഞാൻ ആഗ്രഹിച്ച് തന്നെ പോയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഈ പ്രൊഫൈലിലൊന്നും കാണിക്കാത്ത ചില കാര്യങ്ങളിൽ പങ്ക് പറ്റാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. കോവിഡ് അടുത്തിട്ട് പരിപാടികൾ പെട്ടെന്നങ്ങ് ഇല്ലാണ്ടായി. അപ്പോൾ 50 വർഷം, അപ്പോൾ ഒരു 47 വർഷമായിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന ഒരാളെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചു, ചേട്ടാ പെട്ടെന്ന് പരിപാടി ഇല്ലാണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, ചേട്ടന് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്
ധർമ്മജൻ മീൻ കച്ചവടം തുടങ്ങിയത് കണ്ടിട്ട് 50,000 രൂപ ഞാനും 50,000 രൂപ പ്രസാദേട്ടനും കൂടെ ഇട്ട് ഒരു മീൻ കച്ചവടം തുടങ്ങി നഷ്ടം വന്ന് അദ്ദേഹത്തിന് ഒരു 50,000 രൂപ നഷ്ടം ഉണ്ടാക്കി കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളെന്നുള്ള നിലയിൽ അത് അദ്ദേഹം പ്രൊഫൈൽ ഉൾപ്പെടുത്തിയില്ല. അത് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഞാൻ പൊതുവെ കഥ പറയുന്നു എന്ന ആരോപണമുള്ള ഒരാളാണ് ഞാൻ. പ്രസാദേട്ടൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. പ്രസാദേട്ടനെ ശരിക്കും കോർഡിനേറ്റർ എന്ന് പറഞ്ഞങ്ങ് നിന്നാൽ ഒരു വലിയ ആളായിട്ട് നിൽക്കും. നമ്മൾ ഗൾഫിൽ പോയി ഇറങ്ങുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന വണ്ടികളുടെ നമ്പർ വരെ പേപ്പറിൽ എഴുതി കുറിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ് അദ്ദേഹം. ഈ 10-30 കലാകാരന്മാരും ഒക്കെ ആയിട്ട് ഒരു മാസം പോകുമ്പം കലാകാരന്മാർക്കിടയിലെ കുഞ്ഞു ഈഗോകൾ, വഴക്കുകൾ, കലാപരിപാടിയാണല്ലോ, കയ്യടിയുടെ അളവിനൊക്കെ പല വ്യത്യാസങ്ങളുണ്ടല്ലോ, അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രത്യേക ഹ്യൂമൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു വലിയ മിടുക്കും കൂടെ ഉള്ളതാണ് പ്രസാദ്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഷോ അതിൻ്റെ പീക്കിലെത്തുമ്പോൾ നരച്ച മുടി ഡൈ ചെയ്ത് കറുപ്പിച്ച ശേഷം പൗഡർ ഇട്ട് വീണ്ടും നരപ്പിച്ചിട്ട് പല്ലിൽ ഇത്തിരി കൺമഷീൻ തേച്ചിട്ട് സ്റ്റേജിൽ വന്നിട്ട് 2 വട്ടം ചാടി ഒരു ഡാൻസൊക്കെ കളിച്ചിട്ട് പോയാൽ പ്രസാദേട്ടനൊരു ഷോ പൂർണ്ണമായ തൃപ്തിയിലേക്ക് എത്തിക്കുള്ളൂ. എറണാകുളം ടൗൺ ഹാളിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാനും പ്രസാദേട്ടനൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്റ്റേജിലൊരു പയ്യൻ അദ്ദേഹം വന്ന് പെട്ടെന്ന് സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്നൊരു ബാഗ് തുറന്നിട്ട് കുറേ പാമ്പുകൾ എടുത്ത് അയാൾ ഇൻഷർട്ട് ചെയ്ത ഷർട്ടിനകത്തേക്ക് ഇട്ടൊരു മലമ്പാമ്പിനെ എടുത്ത് കഴുത്തിലേക്ക് ഇട്ടിട്ട് നേരെ സ്റ്റേജിൽ പോയിട്ട് സ്നേക്ക് ഡാൻസ് എന്നും പറഞ്ഞൊരു ഡാൻസ് തുടങ്ങി. പാമ്പുകളാണ് സ്റ്റേജിൽ, വലിയ മലമ്പാമ്പിനെ എടുക്കുന്നു, സർപ്പത്തിൻ്റെ പത്തി വിടർത്ത് നിർത്തിയിട്ട് ഇതിൻ്റെ നെറുകം തലയിൽ ഉമ്മ വയ്ക്കുന്നു, ചെറിയ പാമ്പുകളെ 2 കൈ ചുറ്റി ഒരു പാട്ട് വെച്ചിട്ട് ഈ എല്ലാവരും ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പ്രസാദേട്ടൻ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് ദൈവമേ അമ്മേ നന്ദി എന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഈ പാമ്പിനെ കണ്ടാൽ വല്ലാത്ത ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണെന്ന് ഓർത്ത് ഞാൻ 2-3 പ്രാവശ്യം പ്രസാദേട്ടൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, വെള്ളം വേണോ, എന്താ പറ്റിയ, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസാദേട്ടൻ ഇങ്ങനെ മണിച്ചിത്രത്താഴി ശോഭന വരാന്തേ കൂടെ ഓടൂലേ, അതുപോലെ ഓടുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു, കുറച്ച് പാമ്പിൻ്റെ ഡാൻസ് കഴിഞ്ഞ് സമാധാനമായ ശേഷം ഞാൻ പ്രസാദിനോട് ചോദിച്ചു, എന്ത് പറ്റി പ്രസാദേട്ട, എന്താണ് ഇത്ര ടെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പാമ്പിനെ കൊണ്ടുവന്നവൻ പാമ്പിനെ ഇട്ട് വെച്ച ബാഗും ഞാൻ കൊണ്ടുവന്ന ബാഗും ഒരേപോലത്തെ ബാഗാണ്. ഇത് സ്റ്റേജിൻ്റെ പുറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് പൗഡർ തപ്പി ഞാൻ ആ ബാഗിൻ്റെ സിബ് തുറന്നിട്ട് അതിനകത്ത് ഇരുട്ടത്ത് കൈയിട്ട് ഇളക്കിയായിരുന്നു എന്ന് പറഞ്ഞു, ഈ പാമ്പിരിക്കുന്ന ബാഗിനകത്തുനിന്ന്. അപ്പോൾ ആ പാമ്പ് കൊത്താതെ വിട്ടതിനുള്ള നന്ദിയാണ് ഇപ്പോഴദ്ദേഹം ആ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടായാലും അന്ന് പാമ്പ് കൊത്താതെ വിട്ടതുകൊണ്ട് നമുക്ക് പ്രസാദേട്ടൻ അടിപൊളിയായിട്ട് ഇപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നു, നമ്മുടെ കൂടെ സന്തോഷമായിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാലം ഏറ്റവും വലിയ ചിരിയോടെ, ഏറ്റവും വലിയ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ശേഷം വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളെ വളർത്താൻ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ, അവർക്ക് മുന്നിലേക്ക് നയിക്കാൻ എല്ലാമായി പ്രസാദേട്ടൻ സജീവമായി ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ 50 വർഷങ്ങളെന്ന് പറയുന്ന ഈ വലിയ ഒരു കാലപരിധി, റഹ്മാനൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഒരു പക്ഷേ ഒരു കോമഡി സ്റ്റേജ് ആർട്ടിസ്റ്റിന് ഇങ്ങനൊരു സ്വീകരണം എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല. ആ മഹത്തായ ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള നന്ദി കൂടി പറഞ്ഞുകൊണ്ട് പ്രസാദേട്ടന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.